ഒരു പുതിയ പള്ളി പണിയുന്നതും നിലവിലെ സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കുന്നതും ഒക്കെ പുതിയ കാര്യമേ അല്ല. എന്നാൽ പള്ളിയെ അതേപടി പറിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുന്ന കാഴ്ച അത് പുതിയതാണല്ലേ. ചരിത്രമുറങ്ങുന്ന അതിമനോഹരമായ ഒരു പള്ളി സമുച്ചയത്തെ മറ്റൊരു സ്ഥലത്തേക്ക് അതേപടി മാറ്റി സ്ഥാപിക്കുകയാണ് സ്വീഡനിൽ. എന്താ സംഭവം കാണണ്ടേ, നോക്കാം. സ്വീഡന്റെ വടക്കുഭാഗത്തുള്ള കീരുണ എന്ന കൊച്ചു പട്ടണത്തിലാണ് 113 വർഷം പഴക്കമുള്ള പള്ളി കെട്ടിടം 5 കിലോമീറ്റർ മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. തടികൊണ്ട് നിർമ്മിച്ച 672 ടൺ ഭാരമുള്ള പള്ളി തെരുവിലൂടെ ഉരുളൻ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. മണിക്കൂറിൽ പരമാവധി 500 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഉരുളൻ വണ്ടി ലക്ഷ്യസ്ഥാനത്തെത്താൻ 2 ദിവസമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പള്ളി വികാരി ലെനാ ത്യാൻബർഗിന്റെയും ബിഷപ്പ് ആസാ നിസ്ട്രോമിന്റെയും അനുഗ്രഹത്തോടെയാണ് യാത്ര തിരിച്ചത്. തെരുവിലൂടെ പള്ളി കൊണ്ടുപോകുന്നത് കാണാൻ വലിയ ജനക്കൂട്ടമാണ് തെരുവിൽ അണിനിരുന്നത്. 1 നൂറ്റാണ്ടിലേറെയായി പ്രദേശത്ത് നടക്കുന്ന ഇരുമ്പയിര് ഖനനം മൂലം സ്ഥലത്ത് വിള്ളലുകൾ രൂപപ്പെട്ടു തുടങ്ങിയതിന്റെ ആശങ്കയാണ് പള്ളി മാറ്റി സ്ഥാപിക്കാനുള്ള കാരണം. എന്നാൽ നിലവിലെ പള്ളി പൊളിക്കാനോ പുതിയ പള്ളി നിർമ്മിക്കാനോ ജനം തയ്യാറല്ല. ഏറെക്കാലത്തെ ആലോചനകൾക്ക് ശേഷമാണ് പള്ളി അതേപടി മാറ്റാമെന്ന തീരുമാനത്തിലെത്തിയത്. പുരാതനമായ പള്ളിയെ സംരക്ഷിക്കാൻ അധികൃതർ തെരഞ്ഞെടുത്ത മാർഗം ഈ ഉരുളൻ വണ്ടിയായിരുന്നു. 2010കളുടെ മധ്യത്തോടെ ഖനനം മൂലം ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ പലരും മാറി താമസിക്കാൻ തുടങ്ങി. പലരും പുതിയ വീടുകൾ നിർമ്മിച്ചു. 35 മീറ്റർ ഉയരവും 40 മീറ്റർ വീതിയുമുള്ള കീരുണ പള്ളി സ്വീഡനിലെ അതിമനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ്. 2 ദിവസം കൊണ്ട് പള്ളി പുതിയ സ്ഥാനത്തെത്തും. ഏകദേശം $10 ബില്യൺ ഇതിന് ചെലവെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.